തിരുവനന്തപുരത്ത് നെഞ്ചുവേദനയെ തുടർന്ന് യുവാവ് മരിച്ചത് ചികിത്സ നിഷേധിച്ചതുകൊണ്ടെന്ന് പരാതി. പാലോട് സ്വദേശി അഖിലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അസൗകര്യങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇടപ്പഴിഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രിയിലും അഖിലിന് വേണ്ട ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണമുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. തിങ്കളാഴ്ച രാത്രി 10:30യോടെയാണ് നെഞ്ചുവേദനയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പാലോട് കൊല്ലരുകോണം സ്വദേശി അഖിലിനെ എത്തിച്ചത്. എന്നാൽ അസൗകര്യങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ബെഡിൻ്റെ ഒഴിവില്ലാത്തത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം അതിനൊന്നും പറ്റത്തില്ല, ഈ കാർഡിയോ ഇഷ്യൂ ആയതുകൊണ്ട് അത് പറ്റത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം, അതായത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഴുതി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. ട്രീറ്റ്മെൻറ്റ് വേറെ ഒന്നും കിട്ടിയില്ല. ഓക്സിജൻ കുറവാണ്, പേഷ്യൻറ്റിന് ഓക്സിജൻ കിട്ടിയിട്ടില്ല, പേഷ്യൻറ്റിന് കിടക്കാൻ ബെഡില്ല. ഇത്രയും ക്രിട്ടിക്കലായിട്ട് നമ്മളെല്ലാ ആവശ്യം എന്ന് പറയുമ്പോൾ ഓടി ചെല്ലുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജാണ്. തുടർന്ന് രാത്രി 1 മണിയോടെ ഇടപ്പഴിഞ്ഞിയിലെ SK ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നാൽ കൃത്യമായ ചികിത്സ ഇവിടെ നിന്ന് ലഭിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു. സീനിയർ ഡോക്ടേഴ്സിനെ ഇവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സ് ഇവിടുത്തെ റിപ്പോർട്ടെല്ലാം കൂടെ എടുത്ത് ആ ടൈമിലെടുത്ത് അയച്ചു കൊടുത്തു. രാജേഷ് എന്ന് പറയുന്ന കാർഡിയോ ഡോക്ടറാണ് അയച്ചു കൊടുത്തത്. ഡോക്ടർ ഇത് നോക്കിയിട്ട് പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല, പുള്ളി ഓൾറൈറ്റ് ആണ്, വേറെ ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഏകദേശം ഒരു 4 മണിക്കൂറോളം ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ അവിടെ കിടന്നു. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വോമിറ്റിംഗ്, പിന്നെ വൈബ്രേഷൻ അങ്ങനെയുള്ള ടെൻഡൻസി വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഓടി പറയുകയാണ് പുള്ളി ഭയങ്കര ഇഷ്യൂ ആവുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ഇവർ തമ്മിൽ ഇഷ്യൂ ആണ്. കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ കാർഡിയോ ഇഷ്യൂ ഇല്ല എന്ന് പറയുന്നു. ഇവിടുത്തെ മെഡിസിൻ എമർജൻസി ഡോക്ടേഴ്സ് പറയുന്നു കാർഡിയോ ആണെന്ന് പറയുന്നു. ഇവർ തമ്മിൽ തർക്കമായി. 5-6 വർഷം കൊണ്ട് കാത്തിരുന്നിട്ട് കുഞ്ഞ് ജനിച്ചിട്ട് ഒരു 30 ദിവസം ആവുന്നേ ഉള്ളൂ. രക്ഷപ്പെടുത്താൻ 100% സ്കോപ്പുള്ളതായിരുന്നു. ആൻജിയോഗ്രാം ചെയ്ത് രക്ഷപ്പെടുത്താൻ 100% സ്കോപ്പുള്ളായിരുന്നു. ഇവരൊക്കെ കൊണ്ട് അശ്രദ്ധ കൊണ്ടാണ് ഇത്രയും സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ ചേട്ടൻ പോയിട്ടുള്ള ഇവർ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. രാത്രി 7:30 അഖിൽ മരിച്ചു എന്ന വിവരമാണ് ഹോസ്പിറ്റൽ അധികൃതർ നൽകിയത്. ചികിത്സ നിഷേധിച്ചതിനെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് റീഡർ ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.